Assalamu alaikum warahmatullahi wabarakatuh. Welcome to a new business studies class. Today we are going to discuss about organizational structure. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് ഓർഗനൈസിംഗ് എന്നുള്ള ചാപ്റ്ററിൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്നുള്ള ടോപ്പിക്കാണ്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഈസ് ദ എസ്റ്റാബ്ലിഷ്ഡ് patterns of relationship among various job positions of an enterprise. ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്ഥാപനത്തിൽ തന്നെ പല ജോലിയിൽ ഏർപ്പെട്ടവർ തമ്മിൽ ഉള്ള ബന്ധങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുണ്ടാക്കുന്ന ഒരു ശ്രേണിയാണ് എന്ത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ഫ്രെയിം വർക്ക് വിതിൻ വിച്ച് മാനേജീരിയൽ ആൻഡ് ഓപ്പറേറ്റിംഗ് ടാസ്ക് ആർ പെർഫോംഡ്. അതായത് ഒരു സ്ഥാപനത്തിലെ മാനേജ്മെൻറ്റിൻ്റെയും ജീവനക്കാരുടെയും പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് രൂപപ്പെടുത്തുന്ന ചട്ടക്കൂടാണ് സംഘടനാ സംവിധാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇറ്റ് സ്പെസിഫൈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പീപ്പിൾ, വർക്ക് ആൻഡ് റിസോഴ്സസ്. വ്യക്തികളും ജോലിയും വിഭവങ്ങളും പരസ്പരം എങ്ങനെ ബന്ധപ്പെടുത്തി പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുന്നത് സംഘടനയാണ്. നെക്സ്റ്റ്, ഈ സംഘടനയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ടേമാണ് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സ്പാൻ ഓഫ് കൺട്രോൾ. എന്താണെന്ന് നോക്കാം നമുക്ക്. സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് ദാറ്റ് ക്യാൻ ബി ഇഫക്റ്റീവ്ലി മാനേജ്ഡ് ബൈ എ സുപ്പീരിയർ. ഒരു സ്ഥാപനത്തിലെ മേലുദ്യോഗസ്ഥൻ, അതായത് മാനേജറോ സൂപ്പർവൈസറോ ആരെങ്കിലും കാര്യക്ഷമമായി മേൽനോട്ടം വഹിക്കാൻ കഴിയുന്ന കീഴ് ജീവനക്കാരുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന സാങ്കേതിക പദമാണ് സ്പാൻ ഓഫ് കൺട്രോൾ, അല്ലെങ്കിൽ നിയന്ത്രണ വ്യാപ്തി എന്ന് പറയും മലയാളത്തിൽ. നിയന്ത്രണ വ്യാപ്തി അല്ലെങ്കിൽ സ്പാൻ ഓഫ് കൺട്രോൾ, സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയും. ദിസ് ഡിറ്റർമിൻസ് ദ ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് ഇൻ ദ സ്ട്രക്ചർ. ഈ സ്പാൻ ഓഫ് കൺട്രോളാണ് മാനേജ്മെൻറ്റിൻ്റെ ലെവല് തീരുമാനിക്കുന്നത്. സ്ട്രക്ചറിൽ മാനേജ്മെൻറ്റിൻ്റെ ലെവല് തീരുമാനിക്കുന്നത് ഈ സ്പാൻ ഓഫ് കൺട്രോളാണ്. അപ്പോൾ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സ്പാൻ ഓഫ് കൺട്രോൾ റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് that can be effectively managed by a superior. ഒരു മേലുദ്യോഗസ്ഥന് കാര്യക്ഷമമായി മേൽനോട്ടം വഹിക്കാൻ കഴിയുന്ന കീഴ് ജീവനക്കാരുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന പദമാണ് ഏത് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് ഓർ സ്പാൻ ഓഫ് കൺട്രോൾ. ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചറാണ്. ഓർഗനൈസേഷണൽ സ്ട്രക്ചർ രണ്ട് തരത്തിലാണുള്ളത്. ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ രണ്ട് തരമാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഫങ്ഷണൽ സ്ട്രക്ചറും സെക്കൻഡ് വൺ ഡിവിഷണൽ സ്ട്രക്ചറുമാണ്. അതിൽ നമ്മൾ ഫസ്റ്റ് ഫങ്ഷണൽ സ്ട്രക്ചർ എന്താണെന്ന് പഠിക്കാം. എ ഫങ്ഷണൽ സ്ട്രക്ചർ ഈസ് എൻ ഓർഗനൈസേഷണൽ ഡിസൈൻസ് ദാറ്റ് ഗ്രൂപ്പ് സിമിലർ ഓർ റിലേറ്റഡ് ജോബ്സ് ടുഗദർ. There is a separate department for each major functions. അതായത് ഒരു ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ സ്വഭാവം കാണിക്കുന്ന ജോലികൾ ഒരു വിഭാഗമായി തിരിച്ച് പ്രവർത്തന ഏകോപനത്തിനായി ഒരു തലവനെ ചുമതല ഏൽപ്പിക്കുന്ന സംഘടനാ സംവിധാനമാണ്. അപ്പോൾ ഫങ്ഷണൽ ഘടന അല്ലെങ്കിൽ ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? It is an organizational design that groups similar or related jobs together. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഒരു ഫോർമാറ്റ് നോക്കി നോക്കൂ. എന്താണ് ഫങ്ഷണൽ സ്ട്രക്ചർ എന്നുള്ളതിൽ എങ്ങനെയാണ് വരുന്നത് നോക്കി നോക്കൂ. അതായത് ഫസ്റ്റ് ഹെഡ് ക്വാർട്ടേഴ്സാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുമ്പോൾ മാനേജിങ് ഡയറക്ടറാണ് വരിക. പിന്നെ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഉണ്ടാവുക. അതിൽ ഓരോ ഹെഡ് ക്വാർട്ടറുടെ കീഴിൽ അല്ലെങ്കിൽ ഓരോ മാനേജിങ് ഡയറക്ടറുടെ കീഴിൽ എന്തുണ്ടാവും? കുറേ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ളതിൽ നോക്കി നോക്കൂ. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് ഉണ്ട്. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ തന്നെ
ഒരേ സ്വഭാവം വരുന്ന ജോലികളെല്ലാം കൂടിയിട്ട് ഗ്രൂപ്പാക്കി തിരിച്ചേക്കാണ്. അതാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഫങ്ഷണൽ സ്ട്രക്ചറിൽ ചെയ്യണത്. ഇപ്പം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് മാനേജിങ് ഡയറക്ടറുടെ ഇത്. ആ മാനേജിങ് ഡയറക്ടറുടെ കീഴിൽ ആരൊക്കെ ഉണ്ട്? പ്രൊഡക്ഷൻ മാനേജർ വരാം, ഫിനാൻസ് മാനേജർ വരാം, മാർക്കറ്റിംഗ് മാനേജർ വരാം, പേഴ്സണൽ മാനേജർ വരാം. അപ്പം അതായത് ഒരു ഹെഡ് ക്വാർട്ടർ ഉണ്ടാവും, അയാളുടെ കീഴിൽ കുറേ അസിസ്റ്റൻസ് ഉണ്ടാവും. ഇനി നമുക്ക് ഇതിൻ്റെ സ്യൂട്ടബിലിറ്റി ഒന്ന് നോക്കാം. ഏതൊക്കെ സ്ഥാപനത്തിലാണ് ഈ ഫങ്ഷണൽ സ്ട്രക്ചർ യൂസ്ഫുൾ ആയിട്ട് വരുന്നതെന്ന് നോക്കാം. The functional structure is most suitable when size of the organization is large. ഓർഗനൈസേഷൻ്റെ സൈസ് വലുതാവുകയാണെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ ഫങ്ഷണൽ സ്ട്രക്ചർ യൂസ്ഫുള്ളാണ്. അതേപോലെ രണ്ടാമതായിട്ട് പറയണത് ഓർഗനൈസേഷൻ ഹാസ് ഡൈവേഴ്സിഫൈഡ് ആക്ടിവിറ്റീസ്. വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളുള്ള സ്ഥാപനങ്ങളിൽ, പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഫങ്ഷണൽ സ്ട്രക്ചർ ഉപയോഗിക്കാം. ദെൻ തേർഡ് വൺ, ഓപ്പറേഷൻസ് റിക്വയർ എ ഹൈ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ. പലതരത്തിലുള്ള സ്പെഷ്യലൈസേഷൻ ആവശ്യമായിട്ടുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ അവിടെ നമുക്ക് ഫങ്ഷണൽ സ്ട്രക്ചർ ഉപയോഗിക്കാം. നെക്സ്റ്റ് നമുക്ക് ഫങ്ഷണൽ സ്ട്രക്ചറിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. അതുകൊണ്ട് എന്തൊക്കെ നേട്ടങ്ങളാണുള്ളതെന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ, specialization. A functional structure leads to occupational specialization. This provides efficiency in utilization of manpower. ചെയ്യുന്ന ജോലികളുടെ അടിസ്ഥാനത്തിൽ വകുപ്പുകൾ രൂപീകരിക്കുന്നത് കൊണ്ട് തന്നെ വൈദഗ്ധ്യവൽക്കരണം സാധ്യമാകുന്നു. ആ വൈദഗ്ധ്യവൽക്കരണം ഉള്ളത് കൊണ്ട് തന്നെ എഫിഷ്യൻസിയും അതേപോലെ തന്നെ മാൻ പവറിൻ്റെ യൂട്ടിലൈസേഷന്, ജോലിക്കാരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും അവരുടെ മാൻ പവർ നമുക്ക് മാക്സിമം ഉപയോഗിക്കാനും ഒക്കെ സഹായിക്കുന്നു. ഫങ്ഷണൽ സ്ട്രക്ചറിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ് ഇത് സ്പെഷ്യലൈസേഷൻ. രണ്ടാമതായിട്ട് പറയുന്നത് ബെറ്റർ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. It provides control and coordination within departments because of similarity in tasks being performed. അതായത് നമ്മൾ സ്ഥാപനത്തിനുള്ളിൽ ഒരേപോലെയുള്ള ജോലി ചെയ്യുന്നത് കാരണം നല്ല ഏകോപനവും നിയന്ത്രണമൊക്കെ സാധ്യമാകുന്നു. നമുക്ക് സ്ഥാപനത്തിനുള്ളിൽ നല്ല ഏകോപനവും നിയന്ത്രണമൊക്കെ ഉണ്ടാവുന്നു. മൂന്നാമതായിട്ട് പറയുന്നത് മിനിമം ഡ്യൂപ്ലിക്കേഷനാണ്. ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് ഈസ് അവോയ്ഡഡ് ആൻഡ് ദെർബൈ ലീഡിങ് ടു റിഡക്ഷൻ ഇൻ കോസ്റ്റ്. അതായത് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ജോലിയുടെ ഇരട്ടിപ്പ് ഒഴിവാക്കുക, അതുപോലെ തന്നെ ഉൽപ്പാദന ചെലവ് കുറച്ചിട്ട് നമുക്ക് ലാഭം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇൻക്രീസ്ഡ് പ്രോഫിറ്റ്, അതായത് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ് പോയിൻ്റ് ഈസിയർ ട്രെയിനിങ് ആണ്. ട്രെയിനിങ് ഓഫ് എംപ്ലോയീസ് ബിക്കം ഈസിയർ ബിക്കോസ് എവരി എംപ്ലോയി റിക്വയർസ് ലിമിറ്റഡ് സ്കിൽസ്. അതായത് നമുക്കറിയാം എല്ലാ എംപ്ലോയീസും ഒരേ ജോലിയാണ് ചെയ്യണത്. അപ്പോൾ ഓരോ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിന് ഉള്ള ട്രെയിനിങ് കൊടുക്കുമ്പോൾ അല്ലേ വളരെ എളുപ്പമായിരിക്കും. പിന്നെ നെക്സ്റ്റ് പോയിൻ്റ് ഡ്യൂ അറ്റൻഷനാണ്. ഡ്യൂ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ സ്ട്രക്ചർ എൻഷുവേഴ്സ് ദാറ്റ് ഡിഫറെൻറ്റ് ഫങ്ഷൻ ഗെറ്റ് അറ്റൻഷൻ. ഒരുപാട് ഫങ്ഷൻസിന് അറ്റൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫങ്ഷണൽ സ്ട്രക്ചറിലൂടെ സാധ്യമാകുന്നു. അതൊരു അഡ്വാൻറ്റേജാണ്. ദെൻ നമുക്ക് പറയാനുള്ള ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫങ്ഷണൽ സ്ട്രക്ചറാണ്. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ് ആണ്. ഫസ്റ്റ് വൺ, നാരോ പെർസ്പെക്റ്റീവ്. അതായത് ഫങ്ഷണൽ ലീഡ്സ് മേ ഫോക്കസ് മോർ ഓൺ ഫങ്ഷണൽ ഇൻട്രസ്റ്റ് ദാറ്റ് ഓൺ ഓവറോൾ ഒബ്ജക്റ്റീവ്സ്.
അതായത് ഓരോ ഡിപ്പാർട്ട്മെൻ്റൽ ഹെഡും അവരുടെ ഫങ്ഷന് മാത്രമാണ് എന്ത് കൊടുക്കുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക. അല്ലാതെ ഓർഗനൈസേഷൻ്റെ ഓവറോൾ ഒബ്ജക്റ്റീവിന് അല്ല എന്ത് കൊടുക്കുന്നുണ്ടാവും, ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ നേരോ പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ അവർക്ക് എന്തുണ്ടാവുക, ഒരു ഇടുങ്ങിയ ചിന്താഗതിയാവും. അവരുടെ ഫങ്ഷൻ മാത്രം എല്ലാവരേക്കാളും നന്നാവണം അങ്ങനെയുള്ളത്. അപ്പോൾ അതൊരു എന്താണ്, ഡിസഡ്വാൻറ്റേജ് ആണ്. ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, അവർ നോക്കണില്ല. അത് അവരുടെ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ആ ഫങ്ഷൻ്റെ ഇൻട്രസ്റ്റ്, ആ ഗ്രൂപ്പിൻ്റെ ആ ഫങ്ഷൻ്റെ ഒബ്ജക്റ്റീവ് മാത്രമാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരോ പേഴ്സ്പെക്റ്റീവാണ്. രണ്ടാമതായിട്ട് പറയണത് പ്രോബ്ലം ഇൻ കോർഡിനേഷൻ. അതായത് ദർ മേ ബി ലാക്ക് ഓഫ് കോപ്പറേഷൻ ഓർ കോർഡിനേഷൻ ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെൻറ്റ്സ്. പല ഡിപ്പാർട്ട്മെൻറ്റുകളായതുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള കോർഡിനേഷൻ ഇല്ലാതിരിക്കാം കാരണമായിരിക്കാം അത് സ്ഥാപനത്തിന് അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യും. മൂന്നാമതായിട്ട് പറയണത് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അതായത് എ കോൺഫ്ലിക്റ്റ് മേ എറൈസ് വെൻ ദ ഇൻട്രസ്റ്റ് ഓഫ് 2 or more ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ നോട്ട് കമ്പാറ്റിബിൾ. ഇപ്പോൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം, അതുപോലെ തന്നെ അധികാര തർക്കം അങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ ഫങ്ഷണൽ സ്ട്രക്ചർ ആകുമ്പോൾ. അപ്പോൾ അത് നമ്മുടെ സ്ഥാപനത്തിന് ഒരു ദോഷമായ രീതിയിൽ വന്നേക്കാം. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ.